അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. The displacement y of a particle if given by y is equal to 4 cos square t by 2 into sin 1000 t. This expression may be considered to be result of superposition of how many simple harmonic motions? Okay, the displacement y of a particle if given by y is equal to 4 cos square t by 2 into sin 1000 t. This expression may be considered to be a result of the superposition of how many particles? Yes, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷൻ എന്താ? y is equal to 4 into cos square t by 2 into sin of 100t, sorry 1000t അല്ലേ? ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 into cos square t by 2. നമുക്ക് അവനെ ഇങ്ങനെ എഴുതാം, cos square theta 1 plus cos t divided by 2 into sin of 1000t എന്ന് എഴുതാം. cos square x ഞാനിപ്പം കൊടുത്തിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ cos square theta എന്താ 1 plus cos 2 theta by 2. ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? ഈ റിലേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇതുകൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 എന്ന് വരും. ഇനി നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 sin 1000t പ്ലസ് 2 cos t sin 1000t ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. മക്കളോടെ ഇവിടെ നോക്കിയേ, ഈ എക്സ്പ്രഷനിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം 2 sin a cos b എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളോ? അപ്പൊ അതുപോലെ നമുക്ക് അവനെ എഴുതാം. സോ y ഈസ് ഈക്വൽ ടു 2 sin 1000t പ്ലസ് sin a പ്ലസ് ബി അല്ലെ? 2 cos a sin b ആണ്. അപ്പൊ sin a പ്ലസ് ബി, എ എന്ന് പറയുമ്പോൾ 1000 ആണ്, ബി എന്ന് പറയുമ്പോൾ t ആണ്. അപ്പൊ sin a പ്ലസ് ബി എന്ന് പറയുമ്പോൾ sin 1001t പ്ലസ് ഇനി മൈനസ് എടുക്കുമ്പോൾ sin 999t. അപ്പൊ എത്ര വേവ് ഇക്വേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 3, ആൻസർ ഈസ് 3. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ? നമുക്ക് ഇക്വേഷൻ 1നെ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷനെ അനലൈസ് ചെയ്ത് ഞാൻ ആ 1നെ കൺവേർട്ട് ചെയ്ത് റിസൾട്ടിങ് സൂപ്പർ പൊസിഷൻ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ, അവനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിച്ചപ്പോഴത്തേക്ക് നമുക്ക് 3 ഇതുണ്ടെന്ന് 3 ഇക്വേഷനുകളുടെ സൂപ്പർ ഇമ്പോസിഷൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28 എന്താ? എ സിലിണ്ടറിക്കൽ ട്യൂബ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് n. If one end is closed, fundamental frequency will be. നമുക്കറിയാം ക്ലോസ്ഡ് ആണെങ്കിൽ, അതായത് രണ്ട് എൻഡും ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി n എന്ന് പറയുന്നത് v/2l ആണ്. ഇനി ഒരു എൻഡ് ഓപ്പൺ ആണെങ്കിൽ ഇഫ് ദി വൺ എൻഡ് ഈസ് ക്ലോസ്ഡ്, വൺ ഓഫ് ദി എൻഡ് ഈസ് ക്ലോസ്ഡ് ആണെങ്കിൽ ഞാൻ n1 എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു v/4l. നമ്മൾ പഠിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. സോ ഇവിടെ നമുക്ക് സിമ്പിൾ എന്ത് എഴുതാം? n1 ഈക്വൽ ടു n/2 എന്ന് കിട്ടും. n1 ഈക്വൽ ടു n/2. ഓപ്ഷൻ എ. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29 എന്താ? എ യൂണിഫോം ബാർ ഓഫ് മാസ് m is suspended by a pivot the top about which a bar can swing like a pendulum. അതായത് ഒരു പെൻഡുലം ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അത് സ്വിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, മുകളിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ പറയുക? ഇഫ് എ ഫോഴ്സ് F is applied perpendicular to the lower end of the bar magnet as shown in figure. അതായത് ഇതൊരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ, ഈ കാണുന്ന ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ അതിന്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏറ്റവും താഴെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫോഴ്സ് F in order to hold the bar magnet at an angle theta with vertical? അവിടുത്തെ ഫോഴ്സ് കാണാനാണ് ചോദിച്ചത്. മക്കളുടെ ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? അവിടുത്തെ നെറ്റ് ഫോഴ്സും 0 ആയിരിക്കണം, നെറ്റ് ടോർക്കും 0 ആയിരിക്കും. നമുക്ക് ഈ O എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താൽ ഞാൻ ടോർക്ക് എബൌട്ട് O ആ പൈവറ്റ് എടുക്കാൻ പോവാണ്. ടോർക്ക് കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ
കാണുന്ന പോയിന്റിൽ അതിൻ്റെ വെയിറ്റ് എന്തായാലും ആക്ട് ചെയ്യുന്നുണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ജി ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ജി ആണ്. ഓക്കെ അല്ലേ? എം ജി ആണ്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, എം ജി അവർ കൊടുത്തിട്ടുണ്ട് ഫിഗറിൽ. എം ജി ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് അല്ലേ? അപ്പൊ എം ജി ആക്ട് ചെയ്യുന്നത് ഒ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് ഒ ബിയുമായിട്ട് എം ജി അല്ല പെർപെൻഡിക്കുലർ. ഈ ആംഗിൾ തീറ്റയാണ്. ഇത് എം ജി ആണെങ്കിൽ ഈ കാണുന്നത് എം ജി സൈൻ തീറ്റയാണ് അല്ലേ? എം ജി സൈൻ തീറ്റയാണ്. അപ്പൊ ഡിസ്റ്റൻസ് ഒ ബി പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് എം ജിക്ക് പകരം എം ജി സൈൻ തീറ്റ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒ ബി എന്ന് എടുക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് നമ്മുടെ പൈവട്ട് പോയിന്റ് ഒ. ആ പോയിന്റ് ഒയുമായിട്ട് നോക്കുമ്പോൾ ഇവൻ തരുന്ന റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്. അതായത് എം ജി സൈൻ തീറ്റ തരുന്ന റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഈ എഫ് തരുന്ന റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിനെ മൈനസ് എന്ന് എടുത്താൽ അടുത്ത ആളെ എന്തെടുക്കണം? പ്ലസ് എന്ന് എടുക്കണം. അപ്പൊ പ്ലസ് അടുത്ത പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒ എ ആണ് അല്ലേ? ഒ എ ആണ്. ഇനി ഒ എയുമായിട്ട് ഫോഴ്സ് പെർപെൻഡിക്കുലർ തന്നെയാണ്. എഫ് സൈൻ 90, സൈൻ 90 അത് 1 തന്നെയാണ്. അപ്പോൾ ഒ എ ഇൻറ്റു എഫ് എന്ന് തന്നെ വരും. ഒ എ ഇൻറ്റു എഫ്. സോ ഒരാളെ പ്ലസ് എടുത്തു, അടുത്ത ആളെ മൈനസ് എടുത്തു. നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലെങ്ത് ഓഫ് ദി ബാർ മാഗ്നറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. സോ ശ്രദ്ധിച്ചിരിക്കുക, എം ജി സൈൻ തീറ്റ ഇൻറ്റു ഒ ബി. ഒ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഒ എയുടെ ഹാഫ് ആണ് അല്ലേ? സോ എനിക്ക് ഇവിടുന്ന് എഴുതാം എം ജി സൈൻ തീറ്റ ഇൻറ്റു ഒ ബി എന്ന് പറഞ്ഞാൽ ഒ എ ബൈ 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഒ എ ഇൻറ്റു എഫ് എന്നാണ്. ഇവിടുന്ന് ഒ എ ക്യാൻസൽ ചെയ്യാം. നമ്മളോട് എന്താ കാണാൻ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ഫോഴ്സ് എഫ്? സോ എഫ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എം ജി സൈൻ തീറ്റ ബൈ 2 എന്ന് കിട്ടി. എം ജി സൈൻ തീറ്റ ബൈ 2, ഓപ്ഷൻ ഡി. ഓക്കെ ആണെന്ന് വിചാരിക്കും. നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോവാം. A particle of rest mass m0 is traveling so that its energy is twice its rest mass energy. It collided with another stationary particle of rest mass m0 to form a new particle. What is the rest mass of the new particle? Okay, നോക്കാം. നമുക്കറിയാം what is the total energy of the particle? Total energy എന്താ? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു എം സി സ്ക്വയർ. നമുക്കറിയാം എം സി സ്ക്വയർ മൈനസ് എം സീറോ സി സ്ക്വയർ. എം സീറോ റെസ്റ്റ് മാസ് ആണ് അല്ലേ? എം സി സ്ക്വയർ മൈനസ് എം സീറോ സി സ്ക്വയർ. എം സീറോ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് മാസിന്റെ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, അക്കോർഡിംഗ് ടു ഇക്വേഷൻ എന്ത് എഴുതാം? എം സി സ്ക്വയർ മൈനസ് എം സീറോ സി സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പം എത്രയായിട്ട് മാറുന്നു? 2 എം സീറോ സി സ്ക്വയർ ആയിട്ട് മാറും. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് റിലേഷൻ കിട്ടുന്നു എം ഇസ് ഈക്വൽ ടു 3 ടൈംസ് എം സീറോ. എം ഇസ് ഈക്വൽ ടു 3 ടൈംസ് എം സീറോ ആയിട്ട് വരുന്നു. സോ ഓപ്ഷൻ ഇ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ദ ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ സീറോ. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ, ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ സീറോ Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ സീറോ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പെട്ടെന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്തത്. എപ്സിലോൺ സീറോ ഈക്വൽ ടു എന്ത് വരും? 4 പൈ കോൺസ്റ്റന്റ് ആണ്. അവിടെ എ സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും? എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു എൽ സ്ക്വയർ എന്ന് വരും അല്ലേ? ഇൻറ്റു എൽ സ്ക്വയർ എന്ന് വരും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എം റൈസ് ടു -1, എൽ റൈസ് ടു -3, ടി റൈസ് ടു 4, എ റൈസ് ടു 2 എന്ന് വരും. ഇത് നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. സോ ഓപ്ഷൻ ഇ പിക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാവുന്ന കാര്യമാണ്. എപ്സിലോൺ സീറോയൊക്കെ നിങ്ങൾ എപ്പോഴും മ്യൂവിൻ്റെ ഒക്കെ വാല്യൂസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്ത് വിട്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 32. The displacement of a wave represented by y is equal to 0.6 into 10 raised to -3 sine of 500t minus 0.5x, where all the quantities are in their proper units. The maximum velocity ആണ് ചോദിച്ചത്. വെലോസിറ്റി ആണ്, അവനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. dy/dt. സോ എത്ര കിട്ടും? 0.6 into 10 raised to -3 into
സൈൻ 500t വിത്ത് റെസ്പെക്ട് to ടിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഒരു 500നെ എടുത്ത് ഓൾറെഡി ഇങ്ങോട്ട് എഴുതാം. 500tയുടെ കൂടെ ഉള്ള ഒരു 500നെ ഞാൻ എഴുതി. 500 ഇൻറ്റു സൈൻ ഓഫ് 500t മൈനസ് 0.5x 0.5x അല്ലേ, 0.05x ആണ് കേട്ടോ, 0.05x ആണ്. അപ്പോൾ 0.05x എന്ന് കിട്ടും. സോ v ഈക്വൽ ടു, ബാക്കി നിങ്ങൾ കാൽക്കുലേഷൻ ആ 500 ഇൻറ്റു 6 ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് 0.3 ഇൻറ്റു സൈൻ ഓഫ് 500t മൈനസ് 0.05x എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി. മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുമ്പം ഈ വാല്യൂ എത്ര ആയിട്ട് മാറണം? അത് 1 ആയിട്ട് മാറണം. കാരണം സൈൻ്റെ ആ വാല്യൂ 1 ആകുമ്പോഴാണ് മാക്സിമം ആവുന്നത്. സോ വെലോസിറ്റി വി മാക്സിമം എന്ന് പറയുന്നത് എത്ര വരും? 0.3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. 0.3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. വലിയ ടഫ് ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു, ചെയ്തെടുക്കാവുന്ന ടൈപ്പ് ആയിരുന്നു. ഓക്കെ, യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33. The electric field of certain radiation is given by E equal to 200 into sine of 4 pi into 10 raised to 10 into t plus sine of 4 pi into 10 raised to 15t falls in a metal surface having work function 2 eV. The maximum kinetic energy of the photoelectron is, maximum kinetic energy ആണ് കണ്ടുപിടിക്കേണ്ടത്. HE ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, നമുക്ക് അറിയാവുന്ന ഇക്വേഷനിലേക്ക് പോകാം. ഐൻസ്റ്റീൻ ഫോട്ടോൺ ഇക്വേഷൻ എന്താ പറയുക? ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താ പറയുന്നത്? ഹാഫ് എം വി സ്ക്വയർ. വി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. വി മാക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താ? എച്ച് ന്യൂ മൈനസ് വർക്ക് ഫംഗ്ഷൻ അല്ലേ? അത് നമുക്ക് അറിയാവുന്നതാണ്. ഇത് വർക്ക് ഫംഗ്ഷൻ ആണ്. ന്യൂ ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇ ഈക്വൽ ടു എന്താ? ഇ ഈക്വൽ ടു 200 സൈൻ ഓഫ് 4 pi into 10 raised to 10t plus sine of 4 pi into 10 raised to 15t എന്നാണ്. ഓക്കെ, യെസ്. ഒമേഗ നിങ്ങൾ ഇവിടെ നോക്കി. ഇതിൽ നിന്ന് നമുക്ക് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 4 pi into 10 raised to 15 ആണ്. നമ്മളിത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എങ്ങനെയാണ്? ഈ ഫ്രം ദി അബോവ് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ കേസിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താ? എൽസിയം ഓഫ് ബോത്ത് കമ്പോണന്റ് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ അങ്ങനെ നമുക്ക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒമേഗ എത്ര കിട്ടും? 4 pi into 10 raised to 15 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് 2 pi ന്യൂ ഓർ എച്ച് എന്ന് എഴുതാം. സോ ന്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? 4 pi into 10 raised to 15 divided by 2 pi എന്ന് എഴുതാം അല്ലേ? കാര്യം ഒമേഗ നമുക്കറിയാം 4 pi into 10 raised to 15. നമുക്ക് വേണ്ടത് ഇവിടുന്ന് ന്യൂ ആണ് അല്ലേ? ഫ്രീക്വൻസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 pi f അല്ലെ 2 pi ന്യൂ. അവിടുന്ന് ന്യൂ എന്താ? ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ന്യൂ എന്താ എഴുതാം? ന്യൂ ഈക്വൽ ടു ഒമേഗ ബൈ 2 pi എന്ന് എഴുതി കൂടെ ന്യൂ. അതാണ് ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഒമേഗയുടെ വാല്യൂ മോളിൽ കിട്ടി. 4 pi into 10 raised to 15 ഡിവൈഡഡ് ബൈ 2 pi എന്ന് എഴുതാം. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ന്യൂ ഈക്വൽ ടു 2 pi into 10 raised to 15 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജിയുടെ മാക്സിമം ആണ്, കെ ഇ മാക്സ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ആണ്. നമുക്ക് എച്ച് തന്നിട്ടുണ്ട്, എച്ചിന്റെ ഒക്കെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 6. ഡയറക്റ്റ് ഞാൻ വാല്യൂ കൊടുക്കാൻ പോവാണ്. ഈ തന്നിരിക്കുന്ന വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. കൈനറ്റിക് എനർജി മാക്സിമം വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി മാക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. എച്ച് എത്രയാ? 6.63 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു ന്യൂ നമുക്ക് ഇവിടെ കിട്ടി എത്രയാ? 2 pi ഇൻറ്റു 10 raised to 15 മൈനസ് വർക്ക് ഫംഗ്ഷൻ എത്രയാണ് മക്കളെ? വർക്ക് ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് വർക്ക് ഫംഗ്ഷൻ 2 EV ആണ്. സോ 2 into 1.6 into 10 raised to 19 കിട്ടും അല്ലേ? സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കെ ഇ മാക്സ് കിട്ടുന്ന വാല്യൂ 6.3 EV എന്നാണ്. 6.3 EV. ബാക്കി കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. ചുമ്മാ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചുമ്മാ ഇക്വേഷൻ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം.
The de Broglie wavelength lambda n of electron in the nth orbit of hydrogen atom is. കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് 2π/nh ഇൻറ്റു HR. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഇവിടുന്ന് ലാംഡ ഈസ് ഈക്വൽ ടു 2πr/n എന്ന് എനിക്ക് എഴുതാം. സോ നമുക്കറിയാവുന്ന റിലേഷൻ ലാംഡ എന്ന് പറഞ്ഞാൽ h/p ആണ്, അല്ലെങ്കിൽ h/pക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, mv എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ. h/pക്ക് പകരം mv എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം mvr, ആംഗുലാർ മൊമെന്റത്തിന്റെ കണ്ടീഷൻ നമുക്കറിയാവുന്നതാ. mvr ഈസ് ഈക്വൽ ടു hr/by ലാംഡ. സോ വിച്ച് ഈസ് ഈക്വൽ ടു nh ഡിവൈഡഡ് ബൈ 2π എന്ന് എഴുതാം അല്ലേ. സിമിലർലി ലാംഡയ്ക്ക് നമുക്ക് കൊടുക്കാം 2π/nh ഇൻറ്റു HR. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദെയർഫോർ ലാംഡ m അല്ലേ, ലാംഡ m അല്ലേ നമുക്ക് ചോദിച്ചത്. ലാംഡ n ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n, അല്ലെങ്കിൽ ലാംഡ n പ്രൊപ്പോർഷണൽ ടു 1/n എന്ന് പറയാം. ലാംഡ n പ്രൊപ്പോർഷണൽ ടു 1/n എന്ന് പറയാം. എന്നുമായിട്ടുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n. ഒന്നെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n എന്ന ഓപ്ഷൻ വരാം, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു 1/n എന്ന് വരാം. സോ ഡയറക്റ്റ് ഓപ്ഷൻ എയിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. അത് ചുമ്മാ ഡയറക്റ്റ് അറിയാവുന്ന വാല്യൂസും ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. In a thermodynamic system, Q represents the energy transferred to or from a system by a heat, and W represents the energy transferred to or from the system by work. നമുക്കറിയാം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Q greater than 0, W equal to 0, and Q less than 0. കുറെ ഓപ്ഷൻ. Which of the following will lead to an increase in the internal energy of the system? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന ഇക്വേഷനും കോൺസെപ്റ്റുകളിലേക്ക് നമുക്ക് ചെല്ലാം. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി പ്ലസ് ഡബ്ല്യു അല്ലേ. സോ ഇവിടെ നിന്ന് എനിക്ക് എഴുതാം ഡെൽറ്റ വി വിച്ച് ഈസ് ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു. അപ്പൊ നമുക്ക് കിട്ടി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾ ആദ്യം ഫസ്റ്റ് കണ്ടീഷനിലേക്ക് പോകുക. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് Q ഗ്രേറ്റർ ദാൻ 0 ആണ്, W എന്ന് പറയുന്നത് 0 ആണ്. സോ ഇന്റേണൽ എനർജി ഡെൽറ്റ വി, W 0 ആയതുകൊണ്ട് Q എന്ന് കിട്ടും. Q ഗ്രേറ്റർ ദാൻ 0 ആണ്, സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്, ഡെൽറ്റ വി ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഓപ്ഷനകത്ത് 1 എന്ന് പറഞ്ഞ വരണം. അപ്പൊ ഇത് ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ 1 വരുന്ന ഒരു ഓപ്ഷനോട് ഉണ്ട്. അത് ഫോർത്ത് ഓപ്ഷന് അല്ലേ. ഫോർത്ത് ഓപ്ഷൻ അല്ല, സോറി, സി, ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ സിയൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 35 ഓപ്ഷൻ സിയൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ സി എന്താ പറയുന്നത്? സി സാറ്റിസ്ഫൈ ചെയ്യാൻ സി പറയുന്നത് ഫോർത്ത് ഓപ്ഷനെ പറ്റിയാണ്. അതായത് 1 വരുന്നത്, ഇപ്പൊ 1 ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്തല്ലോ മക്കളെ, മനസ്സിലായോ? അപ്പൊ അത് ആ 1 വരുന്ന ഒരു ഓപ്ഷനോട് ഉണ്ട്, സി ആണ്. അത് ഫോർത്ത് ഇതിനെ പറ്റിയാണ്, കണ്ടീഷനാണ്. അപ്പൊ നിങ്ങൾ ഫോർത്ത് കണ്ടീഷൻ എടുക്കുക. ഫോർത്ത് കണ്ടീഷൻ എടുത്താൽ ഫോർത്ത് കണ്ടീഷനിലേക്ക് ഞാൻ പോവുകയാണ്. ഡെൽറ്റ ബി വിച്ച് ഈസ് ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു അല്ലേ. ഇവിടെ Q 0 അപ്പൊ ഡെൽറ്റ വി ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ഡബ്ല്യു എന്ന് കിട്ടും, മൈനസ് ഡബ്ല്യു. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, W ലെസ് ദാൻ 0 അപ്പം നാച്ചുറലി ഡെൽറ്റ വി എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. കാരണം W ലെസ് ദാൻ 0, അപ്പൊ മൈനസ് ഓഫ് മൈനസ് കയറി വന്നു, അപ്പൊ അത് പ്ലസ് ആയിക്കോളും. ഡെൽറ്റ വി ഇൻക്രീസ് ചെയ്യും. സോ ഏതെടുക്കാം? ഓപ്ഷൻ സി എടുക്കാം. കാര്യം ഫസ്റ്റ് ഓപ്ഷനും ഫോർത്തും, ആ ഫസ്റ്റ് കണ്ടീഷനും ഫോർത്ത് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കും. സെറ്റല്ലേ? അപ്പൊ ഈ ക്വസ്റ്റിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ സിലിണ്ടർ ഈസ് ക്ലോസ്ഡ് അറ്റ് ബോത്ത് എൻഡ് സെപ്പറേറ്റഡ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഓക്കെ, ഒരു പിസ്റ്റൺ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ അതിങ്ങനെ ക്ലോസ് ചെയ്തിരിക്കും. എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് അവർ പറയുന്നുണ്ട് അതിൽ ഈച്ച് പാർട്ട്, ഓരോ പാർട്ടും എത്രയാ? 45 സെന്റിമീറ്റർ ആണ്. 45 സെന്റിമീറ്റർ. ഓക്കെ, ബോത്ത് പാർട്ട് കണ്ടെയ്നിങ് സെയിം മാസസ് ഓഫ് ഗ്യാസ് ആൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 300 Kelvin
ഓഫ് പ്രഷർ 1 atm. അതായത് രണ്ടിടത്തെയും പ്രഷർ, ഇവിടുത്തേതും 1 atm ആണ്, ഇവിടുത്തെ പ്രഷറും 1 atm ആണ്. സിമിലർലി ഇവിടുത്തെ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചറും 300 കെൽവിൻ ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മച്ച് ഗ്യാസ് ഷുഡ് ബി ഹീറ്റഡ് ഇൻ വൺ പാർട്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെ ഹീറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കും, ഈ പോർഷനിൽ ഹീറ്റ് ചെയ്തെന്ന് വിചാരിക്കും, അവിടുത്തെ ഗ്യാസിനെ ഹീറ്റ് ചെയ്തു. അപ്പൊ എത്ര എമൗണ്ട് ഓഫ് ഗ്യാസ് വേണം ആ നടുക്കുള്ള പിസ്റ്റൺ 5 സെന്റിമീറ്റർ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 സെന്റിമീറ്റർ ഷിഫ്റ്റ് ആവും അല്ലേ? 5 സെന്റിമീറ്റർ പ്രഷർ ഓഫ് ദ ഗ്യാസ് ആഫ്റ്റർ ഷിഫ്റ്റിംഗ്. എന്നിട്ട് അത് ഷിഫ്റ്റ് ആയതിനു ശേഷമുള്ള പ്രഷറും കണ്ടുപിടിക്കണം. ഇത്തരം ക്വസ്റ്റൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കും. നമുക്കറിയാം ഇവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ, ഒരു സൈഡ് ഹീറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് പിസ്റ്റൺ 5 സെന്റിമീറ്റർ മാറി. 5 സെന്റിമീറ്റർ മാറി എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ പോർഷനിലെ വോളിയം കൂടും. കാര്യം രണ്ടിടത്തെയും ഇവിടുത്തെ ഏരിയ ഏ തന്നെയാണ്, ഇവിടുത്തെ ഏരിയ ഏ തന്നെയാണ്. പക്ഷെ ലെങ്ത് ഇപ്പോൾ ഒരു സൈഡിൽ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അവന്റെ വോളിയം കൂടി. ലെഫ്റ്റ് സൈഡിലെ വോളിയം, ഈ സൈഡിലെ വോളിയം ഇൻക്രീസ് ചെയ്തു, കറസ്പോണ്ടിംഗ്ലി ഈ സൈഡിലെ വോളിയം ഡിക്രീസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ വോളിയം എത്ര കൂടിയത്? ഏരിയ ഇൻറ്റു ലെങ്ത്. ഏരിയ എ ആണ്, ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ എ ഇൻറ്റു 5 എന്ന് പറഞ്ഞ് വോളിയം ഒരു സൈഡിൽ കൂടിയപ്പോൾ അടുത്ത സൈഡിൽ കുറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം, നമുക്ക് ചേംബർ 1ഉം 2 കൂടെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്താൽ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഇവിടുത്തെ ലെങ്ത് 50 ആയിട്ട് മാറണം, ഇവിടുത്തെ ലെങ്ത് 40 ആയിട്ട് മാറും അല്ലേ? സോ എനിക്ക് ഇക്വേഷൻ എഴുതാം, P1 ഡിവൈഡഡ് ബൈ T1 ഈക്വൽ ടു P2 V2 ഡിവൈഡഡ് ബൈ T2. സോ പ്രഷർ P, വോളിയം V ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ P2 ഇൻറ്റു വോളിയം എത്രയായി? V പ്ലസ് 5A ആയിട്ട് മാറി, ഡിവൈഡഡ് ബൈ അവിടുത്തെ ടെമ്പറേച്ചർ T2 എന്നെടുത്തു. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഏന്ന് എഴുതിയിരിക്കുന്നത് ആരുടെ കേസാണ്? ചേംബർ 1ന്റെ കേസാണ് അല്ലേ? സിമിലർലി ഞാൻ ചേംബർ 2ന്റെ കേസിലേക്ക് പോകുന്നു. ചേംബർ 2ന്റെ കേസിൽ നമുക്കറിയാം, ചേംബർ 2ല്, അതായത് ഇതാണ് ചേംബർ 1, ഇതാണ് ചേംബർ 2 നിങ്ങൾ അസ്യൂം ചെയ്യും. ആ 2ന്റെ കേസിൽ നമ്മൾ അവിടെ ടെമ്പറേച്ചർ ഒന്നും മാറ്റുന്നില്ല, ടെമ്പറേച്ചർ സെയിം ആ. സോ P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2. ടെമ്പറേച്ചർ അങ്ങ് പോയി. സോ എനിക്ക് അവിടെ നിന്ന് എഴുതാം P1 V1 ഈക്വൽ ടു P2 V2. സോ ഞാൻ എഴുതുന്നു PV ഈക്വൽ ടു P2 എത്രയാ? P2 തന്നെ ഇൻറ്റു V, വോളിയം എത്ര ആയിട്ട് മാറി? V മൈനസ് 5A ആയിട്ട് മാറി അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 5A വോളിയം ഇൻക്രീസസ്, ഇവിടെ ഡിക്രീസസ്, അതാണ് മൈനസ് 5A എന്ന് എഴുതിയത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇവിടുന്ന് വാട്ട് ഈസ് P2 ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ V മൈനസ് 5A അല്ലേ? PV ഡിവൈഡഡ് ബൈ V മൈനസ് 5A. ക്വസ്റ്റൻ ബി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം. ഇനി നമുക്കറിയാം, നിങ്ങൾ നോക്കിക്കേ, ഈ ചേംബറിൽ നമുക്ക് ഈ ഇവിടുത്തെ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്തു, 5 സെന്റിമീറ്റർ മൂവ് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇത് 5 സെന്റിമീറ്റർ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവൻ നിൽക്കണമെങ്കിൽ ഇവിടുത്തെ പ്രഷർ ഫോഴ്സ് സെയിം ആയിരിക്കും. പ്രഷർ നമുക്കറിയാം, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ അവിടുന്ന് ഫോഴ്സ് ഈക്വൽ ടു എന്താ എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. അപ്പം ഈ പ്രഷർ ഇൻറ്റു ഏരിയ ലെഫ്റ്റിലെയും റൈറ്റിലെയും സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് പറഞ്ഞുകൂടെ, പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ലെഫ്റ്റ് സൈഡ് ഷുഡ് ബി ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് റൈറ്റ് സൈഡ് ആയിരിക്കണം. ഇതിൽ നമുക്കറിയാം ഏരിയ സെയിം ആണെന്ന് അറിയാം. അപ്പൊ പ്രഷറും ഒബ്വിയസ്ലി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ കണ്ടീഷൻ ആണത്. ഈ പ്രഷർ ഇൻ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു എന്തായിരിക്കണം? പ്രഷർ ഇൻ റൈറ്റ് സൈഡ് ആയിരിക്കണം. പ്രഷർ ഇൻ ലെഫ്റ്റ് സൈഡും പ്രഷർ ഇൻ റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. കൺസെപ്റ്റ് മനസ്സിലായോ? അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സോ നമുക്ക് പറയാം, പ്രഷർ ഓൺ ബോത്ത് സൈഡ് വിൽ ബി സെയിം. ഇനി നമുക്ക് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് P2 from B in A. അതായത് ഞാൻ ഇക്വേഷൻ എയും ബിയും അതിൽ നിന്ന് P2നെ ഞാൻ എയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും PV ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ 300 വിച്ച് ഈസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ V മൈനസ് 5A ഇൻറ്റു V പ്ലസ് 5A ഡിവൈഡഡ് ബൈ T2. ഓക്കെ അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സോ അവിടെ നിന്ന് എനിക്ക് എഴുതാം T2 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു എന്ത് വരും? V പ്ലസ് 5A
divided by PV cancel ആയി പോയി V plus 5A divided by V minus 5A. മക്കളെ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് T2 by 300 equal to 50 by 40 എന്ന് കിട്ടും. 50 by 40 കിട്ടും. എ ഒക്കെ ക്യാൻസൽ ആയി പോയിക്കോളും. സോ അവിടുന്ന് വി കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക്, കാരണം വി എന്ന് പറഞ്ഞാൽ ആരാ, ഇവിടുത്തെ വി എന്ന് പറഞ്ഞാൽ ആരാ, ഇവിടുത്തെ വി എന്ന് പറഞ്ഞാൽ 45A ആണ് വോളിയം, ഇനിഷ്യൽ വോളിയം ആണ്. അത് 45 ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ. അവിടുത്തെ ഏരിയ എ ആയിരുന്നു, ലെങ്ത് ഇനിഷ്യലി 45 ആയിരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 45 ഇൻറ്റു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ കിട്ടുന്ന റിലേഷൻ ആണിത്. സോ ഇവിടുന്ന് എനിക്ക് T2 കിട്ടുന്നു 50 by 40 by 40 into 300 which is equal to 375 Kelvin. 375 Kelvin. ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് P2 കാണാം. വാട്ട് ഈസ് P2? P2 is equal to PV divided by V plus 5A into 375 by 300. വാല്യൂസ് എല്ലാം നമുക്ക് അറിയാവുന്ന, ഡയറക്റ്റ് ഇനി സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. സോ 1 into വോളിയം 45A divided by V 45A plus 5A into 375 divided by 300. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.125 ATM എന്ന് കിട്ടും. 1.125 ATM. അപ്പം നമുക്ക് പ്രഷർ 1.125 കിട്ടി, ടെമ്പറേച്ചർ 375. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 1.125 ആൻഡ് 375. ഓപ്ഷൻ ഇ, 375 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 1.125. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കത് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 37. എന്താ ചോദിച്ചേക്കുന്നത്? 5 mole of an ideal monatomic gas with the initial temperature 150 degrees Celsius expanded and the process absorbed 1500 joule of heat and does 2500 joule of work. Okay, this the final temperature of the gas in degree Celsius. നമുക്ക് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് എന്താ പറയുന്നത്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ എത്രയാ? ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ അബ്സോർബ് ചെയ്യുന്ന എനർജിയാണ്. സോ 1500 ജൂൾ പ്ലസ് ആണ്. ഡെൽറ്റ ഡബ്ല്യു അതും എത്ര തന്നെയാ? പ്ലസ് 2500 ജൂളാണ് അല്ലേ. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എത്ര വരും? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 1500 നിങ്ങൾ ഈ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ 1500 ഈക്വൽ ടു എത്ര വരും? ഡെൽറ്റ യു പ്ലസ് 2500. സോ അവിടുന്ന് ഡെൽറ്റ യു ഈക്വൽ ടു -1000 ജൂൾ എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? ഡെൽറ്റ യു ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി പഠിച്ചിട്ടുള്ളതാ. മോണോറ്റോമിക് ഗ്യാസിന്റെ കേസിൽ സി വി എത്രയാ? സി വി എന്ന് പറയുന്നത് 3/2 R ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു ആറിന്റെ വാല്യൂ 8.314 ആണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സി വി നമുക്ക് 12 അല്ലേ 8 ഇൻറ്റു സംതിങ്, അപ്പം നമുക്ക് എത്ര വരും? 12.471 അപ്രോക്സിമേറ്റ് വാല്യൂ ഞാൻ എഴുതിയിരിക്കുന്നു ഡെൽറ്റ യു. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എന്നാ വരും? ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ -1000 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം 5 ഇൻറ്റു സി വി 12.471 ഇൻറ്റു ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു T2 മൈനസ് T1. സോ നമുക്ക് T1 അറിയാം, T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുന്ന് T2 ഈക്വൽ ടു എത്ര എഴുതാം? T2 ഈക്വൽ ടു ഇത് നിങ്ങൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ T1 150 ആണ്, മൈനസ് 1000 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 12.471 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ് 134 ഡിഗ്രി സെൽഷ്യസിന് 134 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. The temperature of an ideal gas is increased from 100 Kelvin to 400 Kelvin. If the RMS speed of the molecule is V at 100, then at 400 Kelvin is become. അതായത് വെലോസിറ്റിയും RMS വെലോസിറ്റിയും ടെമ്പറേച്ചറോട് തമ്മിലുള്ള റിലേഷൻ ആണ്. നമുക്കറിയാം V RMS പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി ആ, നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? ഫസ്റ്റ് കേസിൽ V RMS
1 by VRMS2 VRMS 1 by VRMS2 എന്ന് പറഞ്ഞാൽ എത്ര വരും? റൂട്ട് 100 ഡിവൈഡഡ് ബൈ റൂട്ട് 400 എന്ന് വരും. സോ ഫസ്റ്റ് കേസിൽ വി ആണ്, സെക്കൻഡ് കേസിലെ V2 എന്ന് വിളിച്ചോ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും അല്ലേ? 1/2 എന്ന് വരും. കാൽക്കുലേഷൻ ചെയ്യാമല്ലോ. 10/20 1/2 എന്ന് വരും. സോ ഇവിടുന്ന് V2 ആണ് വേണ്ടത്. V2 ഇസ് ഈക്വൽ ടു 2V എന്ന് വരും. 2 ടൈംസ് V, ഓപ്ഷൻ എ. ചെയ്യാവുന്നൊരു ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, അത്യാവശ്യം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. എ യൂണിഫോം കോപ്പർ റോഡ് ഓഫ് 50 സെന്റിമീറ്റർ ലെങ്ത് ഈസ് ഇൻസുലേറ്റഡ് on the sides of sides and has it ends exposed ice and steam respectively. ശ്രദ്ധിച്ചു നോക്കുക. എ യൂണിഫോം കോപ്പർ റോഡ്, ഒരു കോപ്പർ റോഡാണ് ഓഫ് ലെങ്ത് 50 സെന്റിമീറ്റർ. ഇതിന്റെ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. And it is insulated on the sides. Insulated on the sides എന്ന് പറയുമ്പോൾ ഈ സൈഡ് ആണ് ഇൻസുലേറ്റ്. ഈ സൈഡ് okay. And its end is exposed ice and steam respectively. സ്റ്റീം കൊടുത്തിട്ടുണ്ട്, ഐസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ എൻഡില് നമുക്കറിയാം ഇവിടെ ഞാൻ സ്റ്റീം ഐസൊലേറ്റ് ചെയ്ത് സ്റ്റീം കൊണ്ട് ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഐസുമാണ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹൈറ്റ് ടു ലോയിലായിരിക്കും ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ ഇത് വാട്ടർ ആണ്, ഇതും വാട്ടർ ആണ്, ഇത് കോപ്പർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ ലെങ്ത് അവർ തരുന്നുണ്ട്. എത്രയാണ്? 1 mm ലെയർ ആണ്. ഇഫ് ദ ലെയർ ഓഫ് വാട്ടർ 1 mm thick at each end, ഇവിടെ 1 mm thickness ആണ്, ഇവിടെയും 1 mm thickness ആണ്. യെസ്, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഇൻ ദ ബാർ ഈസ്, നമുക്ക് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. മക്കളെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് കാണാൻ ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് ദി ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് കാണാൻ DT ഡിവൈഡഡ് ബൈ DL. ഇത് എപ്പോഴും അറിയില്ല. ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. സെയിം ആ കൺസെപ്റ്റുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ കോൺസെപ്റ്റോട് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് വേറെ ലെങ്തിലാണ് എടുക്കുന്നത്. സോ DT ബൈ DL ആണ്. What is DT? DT is change in temperature. T2 minus T1 divided by total length എത്രയാണ്? 3 cm. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കുന്നത്. യെസ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഈ സിസ്റ്റത്തെ ഒന്ന് കമ്പയർ ചെയ്യും. നമുക്കറിയാം നമ്മളെ ഇത് ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇനിഷ്യലി വാട്ടർ ആണ്, അത് കഴിഞ്ഞ ഒരു കോപ്പർ ആണ്, വീണ്ടും വാട്ടർ ആണ്. അപ്പൊ നമുക്കത് 3 മീഡിയമായിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് 3 റെസിസ്റ്റേഴ്സ് സീരീസിൽ ഇരിക്കുന്ന എഫക്റ്റ് കിട്ടും. സോ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു റെസിസ്റ്റർ കൺസിഡർ ചെയ്യാം, ഇവിടെ ഒരു റെസിസ്റ്റർ കൺസിഡർ ചെയ്യുന്നു, ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റർ കൺസിഡർ ചെയ്യും. ഇവിടെ 100 ആണ്, 100 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിൽ നിന്ന് പോകുന്ന കൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചർ. ഓക്കെ ആണെന്ന് വിചാരിച്ചോട്ടെ. ഇവിടുത്തെ ടെമ്പറേച്ചർ ആണ് T1, ഇവിടുത്തെ ടെമ്പറേച്ചർ ആണ് കോപ്പർ കണ്ടക്ടർ അക്രോസ് ഉള്ള ടെമ്പറേച്ചർ ആണ് T1 ആൻഡ് T2. ഇത് റെസിസ്റ്റൻസ് ഓഫ് വാട്ടർ, ഇത് റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ വയർ ആൻഡ് ദിസ് ദി റെസിസ്റ്റൻസ് ഓഫ് വാട്ടർ. സോ നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ദി തെർമൽ റെസിസ്റ്റൻസ്. വാട്ട് ഈസ് ദി തെർമൽ റെസിസ്റ്റൻസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ തെർമൽ റെസിസ്റ്റൻസ്? R is equal to L divided by KA, where K is known as thermal conductivity. നിങ്ങൾ പഠിച്ചിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് റെസിസ്റ്റൻസ് ഓഫ് വാട്ടർ? ഫ്രം ദ ഫിഗർ റെസിസ്റ്റൻസ് ഓഫ് വാട്ടർ RW equal to L divided by KA, which is equal to L എത്രയാ? L എന്ന് പറയുന്നത് 1 mm ആണ്. സോ 10⁻³ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 4 into A. തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? സോ 4 into A എന്ന് എഴുതാം. സോ similarly, resistance of copper, that is equal to L എത്ര? 50 ആണ്, സെന്റിമീറ്റർ ആണ്. സോ 50 into 10⁻² divided by KA, അത് തന്നിട്ടുണ്ട് എത്ര? 400 ആണ്.
400 thermal conductivity of copper 400 ആണ് ഇൻറ്റു എന്ന് എഴുതാം. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇനി മക്കളെ നോക്കി ഈ മൂന്ന് റെസിസ്റ്റേഴ്സ് സീരീസിലല്ലേ? യെസ്, അത് സീരീസ് കോമ്പിനേഷൻ ഡിഫക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ therefore total resistance R equivalent equal to എന്ത് എഴുതാം? RW plus R copper plus RW which is equal to 2 times resistance of water plus R resistance of copper എന്ന് എഴുതാം. So which is equal to 2 into resistance of water 10 raised to minus 3 divided by 4a plus 50 into 10 raised to minus 2 divided by 400a. So R equivalent ഇവിടെ എനിക്ക് കിട്ടി. R equivalent equal to 2.5 divided by 400. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കും. ഓൾസോ നമുക്ക് കണ്ടുപിടിക്കാം. ഓൾസോ rate of heat flow for the whole system. ഞാൻ combined സിസ്റ്റത്തിന്റെ പറയണം. For the whole system നമുക്ക് എന്താ എഴുതാം? which implies dq by so which is equal to delta T divided by R equivalent. ഇതെവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് I is equal to V by R. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് I. അതുപോലെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഡെൽറ്റ T divided by R equivalent. So which is equal to എത്ര വരും? 100 minus 0 divided by R equivalent നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 2.5 divided by 400. ഓക്കെ ആണെന്ന് വിചാരിക്കും. സോ ഇവിടെ നിന്ന് എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻ ലെങ്തി ആണ്, പക്ഷെ നമുക്ക് ചെയ്തെടുക്കാവുന്നല്ലോ. സോ dq divided by dt equal to എത്ര വരും? 400 100 ന്യൂമറേറ്ററിൽ പോകുന്നു. സോ 100 into 400a divided by എത്ര വരും മക്കളെ? 2.5 വരും. അപ്പൊ മക്കളെ ഇത്രയും കാര്യം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കും. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമുക്കറിയാം എന്താ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷന്റെ പ്രത്യേകത? ഹീറ്റ് ഫ്ലോ ത്രൂ ഔട്ട് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിലുള്ള ത്രൂ ഔട്ട് ദ സിസ്റ്റത്തിലുള്ള ഹീറ്റ് ഫ്ലോ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ എനിക്ക് അവിടെ നിന്ന് എഴുതാൻ പറ്റും എന്താ പറയുന്നത്? ഹീറ്റ് ഫ്ലോ ഈസ് സെയിം എവിടെ? throughout the system. അപ്പൊ നമുക്ക് എഴുതാം 100 into 400a divided by 2.5 is equal to T2 minus T1 divided by resistance of copper. So ഇവിടെ നിന്ന് ഞാൻ എഴുതുന്നു T2 minus T1 equal to എന്താ? 100 into 400a divided by 2.5 into resistance of copper. Resistance of copper നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. ഏതാ? ഈ കാണുന്ന വാല്യൂ ആണ് resistance of copper. 50 into 10 raised to minus 2 divided by 400a. So which is equal to 100 into 400a divided by 2.5 into yes, അപ്പോൾ RC എന്ന് പറയുന്നത് എത്ര? 50 into 10 raised to minus 2 divided by 400a എന്ന് കിട്ടും. മക്കളോട് ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഈ 400a ക്യാൻസൽ ആയിപ്പോയി. ഈ 10 raised to minus 200 ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് അവിടുന്ന് 50 divided by 2.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും ടെമ്പറേച്ചർ ഡിഫറൻസ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് ടെമ്പറേച്ചർ ഡിഫറൻസ് കാണാനല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് കാണാനാണ്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അപ്പോൾ വാട്ട് ഈസ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്? സോ therefore ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് which implies എന്താ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്നായിരുന്നു അല്ലേ? ഇത് ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. T2 മൈനസ് T1 ഡിവൈഡ് ബൈ ലെങ്ത്. സോ T2 മൈനസ് T1 നമുക്ക് കിട്ടിയ എത്രയാ? 20 ഡിഗ്രി സെൽഷ്യസ്. 20 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 50 into 10 raised to minus 2 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് പെർ സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 40. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഓപ്ഷൻ ബി. അത്യാവശ്യം നല്ല ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കും.